ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ടെയിൽ ഫ്രോഗ്. ഡിവോഴ്സ് ആയതിനു ശേഷം പുതിയൊരു വീടും വാങ്ങിയിട്ട് നമ്മുടെ ഹീറോയിൻ അവളുടെ മകളെയും കൊണ്ട് അങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്യാണ്. ഈ വീടിന്റെ ഉള്ളിൽ നിന്നും അവൾക്കൊരു വിചിത്രമായിട്ടുള്ള പെട്ടി കിട്ടുന്നുണ്ട്. തുറന്നു നോക്കുന്ന സമയത്ത് അതൊരു സീരിയൽ കില്ലറുടെ പെട്ടിയായിരുന്നു. ഈ കില്ലർ മുന്നേ ചെയ്തിട്ടുള്ള എല്ലാ കൊലകളും തന്നെ വളരെ ഡീറ്റെയിൽ ആയിട്ട് ഈ പെട്ടിക്കുള്ളിൽ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. ഇത് കണ്ട് പേടിച്ചു പോയിട്ടുള്ള നമ്മുടെ ഹീറോയിൻ പെട്ടി എടുത്ത് നേരെ പുറത്തു കൊണ്ടിടുകയാണ്. എന്നാൽ വീണ്ടും വീടിന്റെ ഉള്ളിലേക്ക് വന്ന് നോക്കുന്ന സമയത്താണെങ്കിൽ പുറത്തേക്ക് വലിച്ചെറിഞ്ഞിട്ടുള്ള ആ ഒരു പെട്ടി അത് എവിടെയാണോ ഉണ്ടായിരുന്നത് അതേ സ്ഥാനത്ത് തന്നെ ഉണ്ടായിരുന്നു. അത് മാത്രമല്ല, പെട്ടിക്കുള്ളിൽ ഉണ്ടായിരുന്ന ഡയറിയിൽ സീരിയൽ കില്ലർ ഓരോ ദിവസവും ചെയ്യാനായിട്ട് പോകുന്ന കൊലയുടെ ഡീറ്റെയിൽസ് ഒക്കെ അതിൽ കൃത്യമായിട്ട് തെളിഞ്ഞു വരുന്നുണ്ട്. ഈ ഒരു പെട്ടിയുടെ പുറകിലുള്ള രഹസ്യം എന്താണ്, എന്തുകൊണ്ടാണ് ഹീറോയിന്റെ വീട്ടിലുള്ള ഈ ഡയറിയിൽ ഇത് തെളിഞ്ഞു വരുന്നത്, ഇതിനെല്ലാത്തിനുമുള്ള ഉത്തരം നമ്മുടെ ഹീറോയിന് കിട്ടിയിട്ടുണ്ടോ ഇല്ലയോ? ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ത്രില്ലിംഗ് ആയിട്ട് പറഞ്ഞിട്ടുള്ള സിനിമയാണ് 2024 ഒരു സൂപ്പർ നാച്ചുറൽ ക്രൈം ത്രില്ലർ ഹൊറർ വിഭാഗത്തിൽപ്പെടുന്ന ദ ഡയറി. അപ്പൊ എങ്ങനെയാ, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ. നമുക്കിപ്പോ പോവാം കഥകളുടെ ആ ഒരു മാജിക്കൽ യൂണിവേഴ്സിലേക്ക്. സിനിമയുടെ തുടക്കത്തിൽ തന്നെ ഒരു ക്ലിപ്പ് കാണിക്കുകയാണ്. അതിൽ നമ്മുടെ ഹീറോയിന്റെ മകളായിട്ടുള്ള നിക്കി നെൽസൺ എന്ന് വിളിച്ചിട്ട് കാടിനുള്ളിലേക്ക് ഓടി പോകുന്നുണ്ട്. ഇവൾ എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവളുടെ നായ്ക്കുട്ടീനെ കാണാതായിട്ടുണ്ട്. അതിനെ തെരഞ്ഞിട്ടാണ് അവൾ കാടിന്റെ ഉള്ളിലേക്ക് പോകുന്നത്. കുറെ ദൂരം പോയതിനു ശേഷം ആ നായ്ക്കുട്ടി അവിടെ ഇങ്ങനെ കിടക്കുന്നത് കണ്ടിട്ട് ഇവൾ ഷോക്കായി നിൽക്കുകയാണ്. ഇതേ സമയത്ത് തന്നെ ഹീറോയിന്റെ ഹസ്ബൻഡ് ആയിട്ടുള്ള ബെൻ അങ്ങോട്ടേക്ക് ഓടി വന്നിട്ട് നിക്കി എടുത്തിട്ട് അവിടുന്ന് ഓടുന്നുണ്ട്. നേരെ നമ്മുടെ ഹീറോയിന്റെ കയ്യിലേക്ക് കുട്ടീനെ കൊടുക്കുകയാണ്. ഹീറോയിൻ ഇപ്പോ കുട്ടിയെ കാറിലേക്ക് കയറ്റുന്നുണ്ട്. ഇതേ സമയത്ത് തന്നെ നിക്കി പറയാണ്, അമ്മയെ നെൽസൺ കുറയ്ക്കുന്നത് നിർത്തിയിട്ടുണ്ടെന്ന്. നോക്കുമ്പോ ഈ നായ്ക്കുട്ടിയുടെ ശരീരത്തിലേക്ക് ഒരു കത്തി കുത്തി ഇറക്കിയിട്ടുണ്ട്. ഈ ഒരു സീൻ കട്ടായിട്ടുണ്ടെങ്കിൽ നമ്മുടെ നിക്കിനെയാണ് കാണിക്കുന്നത്. അവൾ നോക്കാനായിട്ട് ഒരു സൈക്കോളജിസ്റ്റ് അങ്ങോട്ടേക്ക് വന്നിട്ടുണ്ട്. അവിടെ ഉണ്ടായിരുന്ന ഒരു നായക്കുട്ടിയുടെ ടോയ് എടുത്തിട്ട് അയാൾ നിക്കിനോട് പറയാണ്, നമുക്ക് കുറച്ച് നെൽസന്റെ കൂടെ കളിക്കല്ലേ. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ നിക്കിക്കാണെന്നുണ്ടെങ്കിൽ നല്ല ദേഷ്യം വരുന്നുണ്ട്. അവളിപ്പോ ഡോക്ടറോട് പറയാണ്, ഡോക്ടറെ നെൽസൺ മരിച്ചുപോയില്ലേ, ഇനി എങ്ങനെ അവന്റെ കൂടെ കളിക്കുന്നത്? ഇവിടുന്ന് കട്ട് ചെയ്തിട്ടാണ് പടത്തിന്റെ ടൈറ്റിൽ കാണിക്കുന്നത്. അടുത്ത സീനിൽ നമ്മുടെ ഹീറോയിനും നിക്കിയും അവർ പുതിയതായിട്ട് വാങ്ങിയിട്ടുള്ള വീട്ടിലേക്ക് വരാണ്. വീടിന് പുറത്തായിട്ട് ഒരു സെക്യൂരിറ്റി ഉണ്ട്. അയാൾ കാണാതെ ആർക്കും തന്റെ ഉള്ളിലേക്ക് വരാനായിട്ട് സാധിക്കില്ല. ഉള്ളിൽ എത്തിയ വഴിക്ക് തന്നെ നിക്കി പറയാണ്, അമ്മ എനിക്ക് പിസ്സ വേണം, എനിക്ക് നന്നായിട്ട് വിശക്കുന്നുണ്ടെന്ന്. ഇത്രയും ദൂരം ട്രാവൽ ചെയ്തു വന്നതല്ലേ, ആദ്യം നീ പോയി കുളിച്ചിട്ട് വാ, എന്നിട്ട് നമുക്ക് കഴിക്കാന്ന് പറയുന്നുണ്ട്. നിക്കി അവിടുന്ന് പോകുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ അവിടെ ഒരു ടേബിൾ ലാമ്പ് ഇരിക്കുന്നുണ്ടായിരുന്നു. അത് ലൈറ്റ് ആയിട്ട് ഇങ്ങനെ ബ്ലിങ്ക് ചെയ്യുന്നുണ്ട്. എന്നാൽ സ്റ്റാർട്ടിംഗിൽ ഹീറോയിൻ ഇതിനൊന്നും വലിയ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ടായിരുന്നില്ല. അതിനുശേഷം ഇവളുടെ മുന്നത്തെ ഹസ്ബൻഡ് ആയിട്ടുള്ള കെവിനെ കോൾ ചെയ്യാണ്. നിക്കിയുടെ ട്രീറ്റ്മെന്റ് ഒക്കെ നന്നായിട്ട് തന്നെ പോകുന്നുണ്ട്. ഇത്ര നേരമായിട്ട് മരിച്ചുപോയിട്ടുള്ള ആ ഒരു ഡോഗിനെ പറ്റിയിട്ട് അവളൊരു വാക്ക് പോലും പറഞ്ഞിട്ടില്ല. ട്രീറ്റ്മെന്റ് ഒക്കെ എഫക്റ്റീവ് ആവുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ഒരു കാര്യം പറയട്ടെ, നാളെയാണ് സാറ്റർഡേ, മറക്കാതെ നിന്റെ മോളെ വന്നിട്ട് കൂട്ടിക്കൊണ്ടുപോകണമെന്ന് പറയാണ്. ഇപ്പൊ കോള് കട്ട് ചെയ്യുന്നുണ്ട്. അന്ന് രാത്രി ഇവർ കിടന്നുറങ്ങുന്ന സമയത്തും വീടിന്റെ ഉള്ളിലുണ്ടായിരുന്ന ലൈറ്റുകളൊക്കെ മെല്ലെ മെല്ലെ ബ്ലിങ്ക് ചെയ്യാണ്. ഹീറോയിനെ ഇപ്പൊ നിക്കിയുടെ കൂടിയാണുള്ളത്. അവൾക്ക് ഓരോരോ കഥയൊക്കെ പറഞ്ഞു കൊടുത്തിട്ട് അവരങ്ങനെ അവിടെ കിടക്കുന്നുണ്ട്. നിക്കി ഉറങ്ങിയതിനു ശേഷം ഹീറോയിൻ അവളുടെ ബെഡ്റൂമിലേക്ക് പോയിരുന്നു. എന്നാൽ ഇതിന്റെ ഇടയിൽ ടെറസിന്റെ മുകളിലേക്ക് പോകുന്ന ഒരു ഡോറ് തുറന്നു വെച്ചതായിട്ട് അവൾ കാണുകയാണ്. അത് മാത്രമല്ല, ആരോ നടക്കുന്നത് മാതിരി ഒരു ശബ്ദവും അവൾ കേൾക്കുന്നുണ്ട്. എന്തോ ഡൗട്ട് അടിച്ചിട്ടുള്ള നമ്മുടെ ഹീറോയിൻ ആണെന്നുണ്ടെങ്കിൽ മെല്ലെ മെല്ലെ നടന്നിട്ട് ആ ഒരു ഭാഗത്തേക്ക് വരികയാണ്. ആദ്യം ചെന്നിട്ട് വിൻഡോ അടച്ചിട്ടുണ്ടോ എന്നൊക്കെ നോക്കുന്നുണ്ട്. എന്നാൽ വിൻഡോ ഒക്കെ ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. പുറത്തുനിന്ന് ആരും ഉള്ളിലേക്ക് വരാനായിട്ടുള്ള സാധ്യതയില്ല. ആ ഒരു കാര്യങ്ങളൊക്കെ അവൾ കൺഫേം ചെയ്യാണ്. എന്നാൽ ഇതേ സമയത്ത് അവളുടെ തൊട്ട് ബാക്കിലുണ്ടായിരുന്ന ഒരു പെട്ടിയുടെ ഉള്ളിൽ നിന്നും എന്തോ ഒരു ശബ്ദം വരാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. അത് തുറന്നു നോക്കുന്ന സമയത്ത് ഉള്ളിൽ എന്തൊക്കെയോ സാധനങ്ങളും ഒരു ഡയറി ഉണ്ടായിരുന്നു. ഇതിലെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതെല്ലാം വളരെ പെർഫെക്റ്റ് ആയിട്ട് തന്നെ അങ്ങനെ അടുക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പൊ ആരോ ഓടി വരുന്നതായിട്ട് ഒരു ശബ്ദം അവള് കേൾക്കുകയാണ്. നിക്കി അങ്ങോട്ടേക്ക് ഓടി വരുന്നുണ്ടെന്ന് വിചാരിച്ചിട്ട് ഹീറോയിനും പോയി നോക്കുകയാണ്. ഹീറോയിൻ ഇപ്പോ നിക്കിയുടെ അടുത്ത് വിളിച്ച് പറയുന്നുണ്ട്, മര്യാദയ്ക്ക് പോയി കിടന്നുറങ്ങ്, നാളെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുള്ളതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ആ ഒരു പെട്ടി അടച്ചിട്ട് അവള് വീണ്ടും താഴേക്ക് വരികയാണ്. എന്നാൽ താഴെ വന്ന് നോക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ നിക്കിനൊന്നും അവിടെ കാണുന്നുണ്ടായിരുന്നില്ല. ഇപ്പൊ പെട്ടെന്നൊരു ഷാഡോ അവൾ ക്രോസ് ചെയ്തിട്ട് പോകുന്നുണ്ട്. പെട്ടെന്ന് അങ്ങനെ കണ്ടു കഴിഞ്ഞപ്പോ അവള് നല്ല രീതിയിൽ ഞെട്ടുകയാണ്. എന്നാൽ അവളുടെ തന്നെ നിഴലായിരിക്കും അതൊന്നും വിചാരിച്ചിട്ട് അവള് അത് വലിയ കാര്യമാക്കുന്നുണ്ടായിരുന്നില്ല. പിറ്റേ ദിവസം രാവിലെ സെക്യൂരിറ്റി വിളിക്കുകയാണ്. കെവിൻ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ആരോ കാണാനായിട്ട് വന്നിട്ടുണ്ട്, അകത്തേക്ക് അയക്കട്ടെ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. അതെന്റെ എക്സ് ഹസ്ബൻഡ് ആണ്, കുഴപ്പമില്ല, അകത്തേക്ക് വിട്ടേക്കെന്ന് പറയുന്നുണ്ട്. കുറച്ച് സമയത്തിന് ശേഷം കെവിനും അകത്തേക്ക് വരികയാണ്. കെവിന് മിയ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഗേൾ ഫ്രണ്ട് ഉണ്ടായിരുന്നു. ഹീറോയിൻ ഇപ്പൊ കെവിനോട് പറയാണ്, അവൾ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്, രണ്ടുപേരും സേഫ് ആയിട്ട് പോയിട്ട് വരാനൊക്കെ പറയുന്നുണ്ട്. ഇതേ സമയത്ത് തന്നെ നിക്കി അങ്ങോട്ടേക്ക് ഓടി വരുന്നുണ്ട്. നിക്കിനെ കണ്ടപ്പോ തന്നെ കെവിൻ കെട്ടിപ്പിടിക്കുകയാണ്. നമ്മളിപ്പോ ബീച്ചിലൊക്കെ പോയി അടിച്ചു പൊളിക്കണ്ടേ എന്നൊക്കെ ചോദിക്കുകയാണ്. ഇത് കേട്ടിപ്പോ നിക്കി പറയുന്നുണ്ട്, ഏയ് നമ്മൾ ബീച്ചിൽ പോകാന്നല്ലോ പ്ലാൻ ചെയ്തത്, നമ്മൾ ഹോഴ്സ് റൈഡിങ്ങിന് പോകാന്നല്ലേ പ്ലാൻ ചെയ്തത്, ഇപ്പൊ വാക്ക് മാറ്റി പറയല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് അവളിപ്പോ ചെറുതായിട്ടൊന്ന് പിണങ്ങുന്നുണ്ട്. കെവിൻ ഇപ്പൊ പറയാണ്, ഞാൻ ടിക്കറ്റ് എടുക്കാനായിട്ട് ഒരുപാട് ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു, എന്നാൽ അതെല്ലാം ഓൾറെഡി ബുക്കായി പോയിട്ടുണ്ട്, അത് നമുക്ക് വേറൊരു ദിവസം പോവാന്നൊക്കെ പറഞ്ഞിട്ട് അവളെ സമാധാനപ്പെടുത്തി അവിടുന്ന് കൂട്ടിയിട്ട് പോകുന്നുണ്ട്. എന്നാൽ നമ്മുടെ ഹീറോയിൻ ആണെന്നുണ്ടെങ്കിൽ ചെറിയൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. കെവിന്റെ ഗേൾ ഫ്രണ്ട് ആയിട്ടുള്ള മിയ നിക്കിനെ എന്തെങ്കിലും ചെയ്യോ അങ്ങനെ ഒരു പേടി, അങ്ങനെ ഒരു ആങ്സൈറ്റി നമ്മുടെ ഹീറോയിൻ എപ്പോഴും ഉണ്ടായിരുന്നു. ഈ ഒരു കാര്യമൊക്കെ ആലോചിച്ചിട്ട് വീട്ടിലുണ്ടായിരുന്ന പല സാധനങ്ങളും അവൾ അടുക്കി വെക്കുകയാണ്. അവർ ഇപ്പൊ ഇങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ആയിട്ട് വന്നിട്ടല്ലേ ഉള്ളൂ, അതുകൊണ്ട് തന്നെ സാധനങ്ങളെല്ലാം അടുക്കി പെറുക്കി വെക്കാനുണ്ടായിരുന്നു. പെട്ടെന്ന് അവൾക്ക് ചെവിയും തലയൊക്കെ ഭയങ്കരമായിട്ട് വേദനിക്കുകയാണ്. ആ ഒരു സെക്കൻഡ് വീട്ടിലുണ്ടായിരുന്ന പല കാര്യങ്ങളും ഇങ്ങനെ മാറുന്നുണ്ട്. ഹീറോയിൻ ഇപ്പൊ പേടിച്ചു പോയിട്ടുണ്ട്. അവൾ ഓടിപ്പോയിട്ട് ഈ വീട് വിറ്റിട്ടുള്ള ഏജൻസിനെ വിളിക്കുകയാണ്. ഇവിടെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ, മുന്നേ ഇവിടെ താമസിച്ചിട്ടുണ്ടായിരുന്ന ആൾക്കാർ എന്തൊക്കെയോ സാധനങ്ങൾ മേലെ വിട്ടിട്ട് പോയിട്ടുണ്ട്, അതെന്താ നിങ്ങൾ എടുത്തിട്ട് പോകാത്തത് എന്നൊക്കെ ചോദിക്കുകയാണ്. അതിനുശേഷം അവൾ മേലെ പോയിട്ട് ആ ഒരു ബോക്സ് തുറന്നു നോക്കുന്നുണ്ട്. പെട്ടി തുറന്നു നോക്കുമ്പോൾ അതിനകത്ത് ഉപയോഗിച്ചു തീർന്നിട്ടുള്ള ചില പേനകൾ കാണുന്നുണ്ട്. അതുപോലെ തന്നെ പെട്ടിക്കുള്ളിൽ ഉണ്ടായിരുന്ന ഡയറിയും ഇപ്പൊ അവൾ വായിച്ചു നോക്കുകയാണ്. ഇത് വായിച്ച സമയത്താണ് അവൾ ശരിക്കും
ശരിക്കും പേടിക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏതോ ഒരാളുടെ പേരും വയസ്സും ഒക്കെ കൃത്യമായിട്ട് അതിൽ എഴുതി വെച്ചിട്ടുണ്ട്. അതിനുശേഷം അയാൾ ടോർച്ചർ ചെയ്ത് കൊന്നത് എങ്ങനെയാന്നൊക്കെ ഭയങ്കര ഡീറ്റെയിൽ ആയിട്ട് തന്നെ അതിൽ വിശദീകരിച്ചിട്ടുണ്ട്. ഈ ഡയറി മുഴുവൻ അങ്ങനെ വായിച്ചു നോക്കിയ സമയത്താണ് അവൾക്കൊരു കാര്യം മനസ്സിലാവുന്നത്. ഈ പെട്ടിയുടെ ഉടമ സാധാരണ ഒരാളായിരിക്കില്ല. തീർച്ചയായിട്ടും അവൻ ഭയങ്കരമായിട്ടുള്ള ഒരു സീരിയൽ കില്ലർ ആയിരിക്കും. ഈ ബുക്കിന്റെ അവസാനമായിട്ട് ഒരാൾ എപ്പോഴാണോ മരിച്ചുപോയത് ആ ഒരു സമയം കൃത്യമായിട്ട് അതിൽ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. ഇതൊക്കെ കണ്ടിട്ട് ഹീറോയിൻ നല്ല രീതിയിൽ പേടിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഒരു ബോക്സ് എടുത്ത് അവൾ പുറത്തേക്ക് വരികയാണ്. അവിടെ ഉണ്ടായിരുന്ന വേസ്റ്റുകളുടെ കൂട്ടത്തിലേക്ക് അവൾ ആ ഒരു പെട്ടി ഉപേക്ഷിക്കുകയാണ്. അവൾ വീണ്ടും മേലേക്ക് വന്ന് നോക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ ഞെട്ടിപ്പോവാണ്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവൾ തൊട്ടു മുന്നേ കൊണ്ട് കളഞ്ഞിട്ടുള്ള ആ ഒരു പെട്ടി വീണ്ടും അവിടെ തന്നെ ഇരിക്കുന്നതായിട്ട് അവൾ കാണുന്നുണ്ട്. ഇതെല്ലാം കണ്ട് പേടിച്ചിട്ട് അവൾ അവിടെ നിന്ന് ഇറങ്ങി ഓടുകയാണ്. ഇതേ സമയത്ത് തന്നെ കെവിന്റെ അടുത്ത് ഒരു കോള് വരുന്നുണ്ട്. എന്താ പറ്റിയത്? ഏത് ഹോസ്പിറ്റലിലുള്ളത്? ഞാനിപ്പോ അങ്ങോട്ടേക്ക് വരാന്ന് പറഞ്ഞിട്ട് അവളിപ്പോ അവിടുന്ന് പോവാണ്. അവൾ നേരെ ഹോസ്പിറ്റലിലേക്ക് ചെല്ലുകയാണ്. കെവിൻ എന്തോ സംഭവിച്ചിട്ടെന്ന് നമ്മൾ വിചാരിക്കുന്ന സമയത്ത് കെവിൻ പുറത്ത് തന്നെ നിൽക്കുന്നുണ്ടായിരുന്നു. അവന്റെ ഗേൾ ഫ്രണ്ടുമായിട്ട് അവൻ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ ഹീറോയിന്റെ മോൾക്കായിരിക്കും എന്തെങ്കിലും പറ്റിയിട്ടുണ്ടാവുക. നീ സമാധാനപ്പെട്, ടെൻഷൻ അടിക്കുന്ന ആവശ്യമൊന്നുമില്ല. കെവിൻ ഇപ്പൊ പറയാണ് എനിക്കൊരു അർജന്റ് ആയിട്ടുള്ള ജോലി ഉണ്ടായിരുന്നു, അതുകൊണ്ട് ഞാൻ പുറത്തേക്ക് പോയതാണ്. ഈ സമയത്ത് മിയയാണ് അവളെ നോക്കിക്കൊണ്ടിരുന്നത്. നിക്കി അവിടെ ഉണ്ടായിരുന്ന ഒരു കത്തി എടുത്ത് കളിച്ചിട്ട് കൈ മുറിഞ്ഞിട്ടുണ്ട്. ഇത് കേട്ടുകഴിഞ്ഞപ്പോ ഹീറോയിന് നല്ല രീതിയിൽ ദേഷ്യം വരികയാണ്. കത്തി എടുത്ത് കളിച്ചിട്ട് കൈ മുറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുപോലെ സ്റ്റിച്ച് ഇടേക്ക് വരുമോ എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് ഷൗട്ട് ചെയ്യാണ്. നോക്ക്, എനിക്ക് നിന്റെ അടുത്ത് നുണ പറയേണ്ട ആവശ്യമൊന്നുമില്ല. ഞാൻ കുക്ക് ചെയ്തോണ്ടിരിക്കുകയായിരുന്നു. ആ ഒരു സമയത്ത് നിക്കി അങ്ങോട്ടേക്ക് വന്നിട്ട് ഞാൻ ഹെൽപ്പ് ചെയ്യട്ടെ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. എന്നാൽ അതിന്റെ ഒന്നും ആവശ്യമില്ല, നീ കത്തി ഒന്നും എടുത്ത് കളിക്കണമെന്ന് പറഞ്ഞിട്ട് അവളുടെ കയ്യിലുണ്ടായിരുന്ന കത്തി വാങ്ങിച്ചിട്ട് ഞാൻ ഡ്രോയറിൽ വെച്ചിട്ടുണ്ടായിരുന്നു. ഇതേ സമയത്ത് പുറത്ത് പോസ്റ്റ്മാൻ വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ പുറത്തു പോയി തിരിച്ചു വരുന്ന സമയത്ത് ഡ്രോയിന്റെ ഉള്ളിലുണ്ടായിരുന്ന കത്തി നമ്മുടെ നിക്കിയുടെ കയ്യിലുണ്ടായിരുന്നു. അവളുടെ കൈ ഭയങ്കര ആഴമായിട്ട് എന്നെ കട്ട് ചെയ്തിട്ടുണ്ട്. ഇതാണ് സംഭവിച്ചത്. എന്തൊക്കെയാണെങ്കിലും എന്റെ ശ്രദ്ധക്കുറവുകൊണ്ടാണ്, അതുകൊണ്ട് നീ എന്നോട് ക്ഷമിക്കണം എന്നൊക്കെ പറയാണ്. ഇപ്പൊ ഹീറോയിനും പറയുന്നുണ്ട് കുഴപ്പമില്ല, എന്റെ കൂടെയുള്ള സമയത്തും അവൾ ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ആ ഒരു ദേഷ്യത്തിലാണ് ഞാൻ നിന്നോട് ഷൗട്ട് ചെയ്തത്. ഇപ്പൊ നമ്മുടെ ഹീറോയിനും സോറിയൊക്കെ പറയാണ്. ഇപ്പൊ ഡോക്ടർ അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. അയാൾ പറയാണ് ഇപ്പൊ അവൾക്ക് കുഴപ്പമൊന്നുമില്ല, സ്റ്റിച്ചിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്, നിങ്ങൾക്ക് ഡിസ്ചാർജ് ആവാന്ന്. ഇത് കേട്ടിപ്പോ ഹീറോയിൻ ആണെന്നുണ്ടെങ്കിൽ ഞാൻ അവൾ വരുന്നതിന് മുന്നേ പോട്ടെ, എന്നെ അവൾ കണ്ടിട്ടുണ്ടെങ്കിൽ അവളും എന്റെ കൂടെ വരണം എന്ന് പറഞ്ഞിട്ട് വാശി പിടിക്കും. അല്ല, അവളെ കൊണ്ടുപോകണമെങ്കിൽ കൊണ്ടുപോയിക്കോ, എനിക്ക് പ്രശ്നമൊന്നുമില്ല എന്ന് പറയുന്നുണ്ട്. അതല്ല, എന്റെ പുതിയ വീട്ടില് ഗ്യാസും കാര്യങ്ങളൊന്നും ശരിയായിട്ടില്ല, അവളെ കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ ബുദ്ധിമുട്ടാവും എന്നിങ്ങനെ പറയാണ്. ഈ ഒരു കാര്യങ്ങളൊക്കെ കേട്ടിട്ട് മിയ അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. അതിനെന്താ, കാര്യങ്ങളെല്ലാം ശരിയാവുന്നതുവരെ നിക്കി ഞങ്ങളുടെ കൂടെ നിൽക്കട്ടെ. ഇത് കേട്ടുകഴിഞ്ഞപ്പോ ഹീറോയിനും അതാണ് നല്ലതെന്ന് തോന്നുകയാണ്. ഇപ്പൊ നിക്കിനെ കൂട്ടിയിട്ട് എല്ലാവരും കെവിന്റെ വീട്ടിലെത്തിയിട്ടുണ്ട്. ചെന്നപാടെ തന്നെ നിക്കി അവിടെ ഇരുന്ന് കളിക്കുകയാണ്. എന്നാലും നമ്മുടെ ഹീറോയിന് ചില സംശയങ്ങൾ അത് മാറുന്നേ ഉണ്ടായിരുന്നില്ല. അവളിപ്പോ നിക്കിയുടെ അടുത്തേക്ക് വന്നിട്ട് ചോദിക്കുകയാണ്, നിന്റെ കയ്യിൽ എങ്ങനെയാണ് ആ ഒരു മുറിവ് വന്നത്? ഇത് കേട്ടപ്പോ നിക്കി ഒന്ന് പതറുന്നുണ്ട്. എന്തായാലും അത് സംഭവിച്ചു കഴിഞ്ഞില്ലേ, ഇനിയിപ്പോ അതിനെ പറ്റിയിട്ട് പറഞ്ഞിട്ട് എന്താ കാര്യം? എനിക്കാണെന്നുണ്ടെങ്കിൽ കയ്യിൽ തീരെ വേദനയില്ല, ഞാൻ ഹാപ്പിയാണമ്മ, എനിക്ക് കുഴപ്പമൊന്നുമില്ല അമ്മ എന്നൊക്കെ പറയുന്നുണ്ട്. ഞാൻ നിന്നോട് ചോദിച്ചത് കയ്യിൽ എങ്ങനെയാണ് മുറി വന്നതെന്നാണ്, അത് മാത്രം നീ എന്റെ അടുത്ത് പറഞ്ഞാൽ മതി എന്നിങ്ങനെ പറയുന്നുണ്ട്. സീൻ കുറച്ച് വഷളായി വരുന്ന കഴിഞ്ഞപ്പോ കെവിൻ അതിൽ ഇടപെടുകയാണ്. അതൊരു ആക്സിഡന്റ് അല്ലേ, നീ വീണ്ടും വീണ്ടും എന്തിനാണ് ആ ഒരു കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ട് അവളെ വിഷമിപ്പിക്കുന്നത്? അത് വിട്ടേക്കാനായിട്ട് പറയുന്നുണ്ട്. ഇപ്പൊ നമ്മുടെ ഹീറോയിൻ പറയുന്നുണ്ട്, അവള് നെൽസനെ എന്താ ചെയ്തതെന്ന് നിനക്ക് അറിയില്ലേ? അതൊന്നും ഇവിടെ പറയണ്ട, എന്തിനാ ഇപ്പൊ അതിലേക്ക് കണക്ട് ചെയ്യുന്നത്? ഹീറോയിൻ ആണെന്നുണ്ടെങ്കിൽ ഞാൻ എന്റെ ജോലിയും കാര്യങ്ങളെല്ലാം തീർത്തിട്ട് അവളെ ഒന്ന് കൂട്ടിക്കോളാന്ന് പറഞ്ഞിട്ട് ഇപ്പൊ അവിടെ നിന്ന് ഇറങ്ങി പോവാണ്. പിറ്റേ ദിവസം രാവിലെ സൈക്കോളജിസ്റ്റ് നമ്മുടെ ഹീറോയിനെ കാണാനായിട്ട് വന്നേക്കാണ്. ആ ഒരു സമയത്ത് അവിടെ ഉണ്ടായിരുന്ന പെട്ടീനെ പറ്റിയിട്ടൊക്കെ ഹീറോയിൻ ഇപ്പൊ സൈക്കോളജിസ്റ്റിനോട് പറയുന്നുണ്ട്. അയാൾ ആദ്യം ഒന്നും വിശ്വസിക്കുന്നുണ്ടായിരുന്നില്ല. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ടെന്ന് ഞാൻ ഇതുവരെ നേരിട്ട് കണ്ടിട്ടില്ലല്ലോ, അത് ഞാൻ നേരിട്ട് കണ്ടിട്ടില്ലല്ലോ, അങ്ങനെ കണ്ടാൽ മാത്രമല്ലേ എനിക്ക് വിശ്വസിക്കാനായിട്ട് പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ട് മുകളിലുണ്ടായിരുന്ന ആ ഒരു പെട്ടി അവരിപ്പോ താഴേക്ക് കൊണ്ടുവെക്കുന്നുണ്ട്. വീണ്ടും മുകളിലേക്ക് പോയി നോക്കുകയാണ്. അവിടെ ചെന്ന് നോക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ സൈക്കോളജിസ്റ്റിന്റെ കിളി പാറി പോകുന്നുണ്ട്. കാരണം ഇവർ താഴെ വെച്ചിട്ട് വന്ന പെട്ടി വീണ്ടും മേലിരിക്കുന്നത് അവർ കാണുകയാണ്. ഇപ്പൊ സൈക്കോളജിസ്റ്റും കാര്യങ്ങളൊക്കെ വിശ്വസിക്കുന്നുണ്ട്. പെട്ടി തുറന്ന് അതിലുണ്ടായിരുന്ന ഡയറി അയാൾ വിശദമായിട്ട് തന്നെ പഠിക്കുന്നുണ്ട്. ഇതേ സമയത്ത് ഇവർക്ക് മുന്നേ ഈ വീട്ടിലുണ്ടായിരുന്ന സീരിയൽ കില്ലർ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്തിട്ടുള്ളത് അതൊക്കെ ഒരു വിഷ്വൽ മാതിരി ഇവർക്ക് കാണുന്നുണ്ട്. എന്നാൽ കണ്ടിന്യൂസ് ആയിട്ട് ആ ഒരു കാര്യങ്ങളൊന്നും ഇവർക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ടായിരുന്നില്ല. ഇടയ്ക്കിടയ്ക്ക് 1-2 സെക്കൻഡ്സ് ഈ വിഷ്വൽസ് ഇങ്ങനെ മിന്നി മറിയാണ് ചെയ്യാറ്. ഇതിനുശേഷം ആ ഒരു ഡയറിയിൽ എഴുതി വെച്ചിട്ടുള്ള പേരുകൾ അത് റിയൽ ആയിട്ടുള്ള ആളുകൾ തന്നെയാണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് അവർ സെർച്ച് ചെയ്ത് നോക്കുന്നുണ്ട്. എന്നാൽ എത്ര ശ്രമിച്ചിട്ടും അവർക്ക് അങ്ങനെയുള്ള ആളുകളെ കണ്ടുപിടിക്കാനായിട്ട് സാധിച്ചിട്ടില്ല. ഇപ്പൊ നമ്മുടെ സൈക്കോളജിസ്റ്റ് പറയാണ് ഇതെല്ലാം ആരൊരു ഭാവനയാണ്. എന്നാലും എനിക്ക് മനസ്സിലാവാത്ത ഒരു കാര്യം, ഭാവനയാണെങ്കിൽ കൂടി ഒരാൾ മരിച്ചുപോയിട്ടുള്ള സമയം കൃത്യമായിട്ട് ഇതിൽ എഴുതി വെച്ചിട്ടില്ലേ, അതിന്റെ ആവശ്യം എന്തായിരിക്കും? ഈ ഒരു ഡയറിയിൽ എഴുതി വെച്ചിട്ടുള്ളത് പ്രകാരം മരിച്ചു പോകുന്നതിന് മുന്നേ വലിയ അളവിൽ തന്നെ അവരുടെ ശരീരത്തിലേക്ക് മരുന്ന് കുത്തിച്ചിട്ടുണ്ട്. അത് കാരണം തന്നെ ഒരുപാട് വേദനിച്ചിട്ടാണ് അവർ മരിച്ചു പോയിട്ടുള്ളത്. അതായത് ഈ മരുന്ന് അവരുടെ ശരീരത്തിലേക്ക് ഇഞ്ചക്ട് ചെയ്ത സമയത്ത് അവർക്ക് ഒരുപാട് പെയിൻ ആവുന്നുണ്ട്. അവസാനം എന്നെ കൊല്ലുന്ന അവർ അപേക്ഷിക്കുന്നുണ്ട്. ആ സമയത്താണ് കില്ലർ അവരെ കൊന്നിരിക്കുന്നത്. ഒരു ദിവസം എന്തോ ഒരു കാര്യം സംഭവിച്ചിട്ടുണ്ട്. അതിനുശേഷമാണ് അയാൾ മുഴുവനായിട്ട് സീരിയൽ കില്ലർ ആയിട്ട് മാറിയിട്ടുള്ളത്. ഇവിടുന്ന് കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ പിറ്റേ ദിവസം രാവിലെ ഇപ്പൊ നമ്മുടെ ഹീറോയിനും സൈക്കോളജിസ്റ്റും വീണ്ടും ആ ഒരു ബുക്കിനെ പറ്റി റിസർച്ച് ചെയ്യാണ്. ഇവർ പേജുകൾ മറിച്ചു നോക്കുന്ന സമയത്ത് ശരിക്കും ഞെട്ടിപ്പോവാണ്. കാരണം നമ്മുടെ ഹീറോയിനെ പോലെ തന്നെ ഒരു രൂപം അതിൽ വരച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. ഈ ഒരു ചിത്രത്തിൽ തലയിൽ ഒരു ചെറിയ മുറിവുള്ളത് മാതിരിയൊക്കെ വരച്ചു വെച്ചിട്ടുണ്ട്. എന്നാൽ ഹീറോയിന് അതേപോലെ ഒരു മുറിവൊന്നും അവളുടെ മുഖത്തുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഇത് അവളല്ലാന്ന് അവരിപ്പോ വിശ്വസിക്കുകയാണ്. എനിക്ക് റിയ എന്ന് പറഞ്ഞ ഒരു ഫ്രണ്ട് ഉണ്ട്. അവൾ സീരിയൽ കില്ലേഴ്സിനൊക്കെ പറ്റിയിട്ട് ഒരുപാട് പഠിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ കെവിൻ നിക്കിനെ കൂട്ടിയിട്ട് നേരെ വീട്ടിലേക്ക് വരികയാണ്. ഇവർ പുറത്തു വന്ന് നിൽക്കുന്നതായിട്ട് ഹീറോയിൻ CCTV കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സൈക്കോളജിസ്റ്റിനെ അവിടെ ഇരുത്തിയിട്ട് അവളിപ്പോ വീടിന് പുറത്തേക്ക് വരികയാണ്. കെവിനെ വീടിന്റെ ഉള്ളിലേക്ക് കയറാൻ സമ്മതിക്കാതെ അവിടെ വെച്ചിട്ട് തന്നെ അവൾ അവനെ പറഞ്ഞു വിടുകയാണ്. ഇപ്പൊ നിക്കിയും നമ്മുടെ ഹീറോയിനും വീടിന്റെ ഉള്ളിലേക്ക് വരികയാണ്. ഈ സൈക്കോളജിസ്റ്റിനെ കണ്ട സമയത്ത് തന്നെ നിക്കി ചോദിക്കുന്നുണ്ട്, അങ്കിൾ
എന്താണ് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നൊക്കെ നിക്കി ചോദിക്കുന്നുണ്ട്. സൈക്കോളജിസ്റ്റ് അമ്മ ഡേറ്റ് ചെയ്യുന്നുണ്ടോ എന്നൊക്കെ ചോദിക്കുകയാണ്. അങ്ങനെ ഒന്നുമില്ലടാ എന്ന് പറഞ്ഞിട്ട് നിക്കിനെ ഇപ്പൊ കൂട്ടിയിട്ട് മുകളിലത്തെ നിലയിൽ കൊണ്ടാക്കാണ്. അന്ന് രാത്രി ഉറങ്ങുന്ന സമയത്ത് നിക്കി നമ്മുടെ ഹീറോയിനോട് ചോദിക്കുകയാണ്, എനിക്കൊരു സംശയമുണ്ട്, അല്ല എന്തിനാണ് അങ്കിൾ ഇവിടേക്ക് വന്നത്? എനിക്കെന്തോ പേടിയാവുന്നുണ്ടമ്മ, അതുകൊണ്ടാണ് ഇങ്ങോട്ടേക്ക് വരാൻ വേണ്ടി പറഞ്ഞത് എന്നിങ്ങനെ പറയാണ്. നീ പേടിക്കൊന്നും വേണ്ട, നിനക്ക് ഞാനില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് അവളെ കെട്ടിപ്പിടിക്കുന്നുണ്ട്. പിറ്റേ ദിവസം രാവിലെ നിക്കിയുടെ കാര്യങ്ങളെല്ലാം അവൾ അടുക്കി വെച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിന്റെ ഇടയിൽ അവൾ ഒരു പേപ്പർ കാണുന്നുണ്ട്. ഇത് കണ്ട സമയത്ത് തന്നെ നേരെ ഡോക്ടറിനെ വിളിക്കുകയാണ്. ഇത്രയും നാളും പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കാതിരുന്ന നിക്കി നെൽസനെ പറ്റിയിട്ടുള്ള ഡ്രോയിങ് എല്ലാം വരച്ചു വെച്ചിട്ടുണ്ട്. എനിക്ക് പെട്ടെന്ന് ഈ ഒരു കാര്യങ്ങളൊക്കെ സംസാരിക്കണം എന്ന് പറഞ്ഞിട്ട് ഡോക്ടറിനെ വീണ്ടും വിളിക്കുന്നുണ്ട്. അടുത്തതായിട്ട് ഈ ഒരു പടത്തിൽ എന്താണ് വരച്ചു വെച്ചിട്ടുള്ളത് നോക്കുന്ന സമയത്ത് നമ്മുടെ നിക്കി ഒരു കാടിനുള്ളിൽ നിൽക്കുന്നത് പോലെയും അവളുടെ കയ്യിൽ രക്തമായിട്ടുള്ള ഒരു കത്തി ഇരിക്കുന്നത് പോലെയും വേറൊരു സൈഡിൽ മരിച്ചുപോയിട്ടുള്ള ആ ഒരു നായക്കുട്ടീനെയും അങ്ങനെയൊക്കെയാണ് വരച്ചു വെച്ചിട്ടുള്ളത്. എന്നാൽ കാണുന്ന സമയത്ത് നമുക്ക് എന്താന്നുള്ളത് മനസ്സിലാവുന്നില്ല. അതിനു വേണ്ടിയിട്ടാണ് ചെറിയൊരു ഫ്ലാഷ് ബാക്ക് ഇപ്പൊ കാണിക്കുന്നത്. കെവിനും നമ്മുടെ ഹീറോയിനും ഒരുമിച്ചുള്ള സമയത്ത് ഒരു കാടിന്റെ ഉള്ളിലേക്ക് ട്രക്കിങ്ങിന് പോയിട്ടുണ്ട്. കൂടെ ഉണ്ടായിരുന്ന നായക്കുട്ടിക്ക് എന്തോ അപകടം പറ്റിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നിക്കിനെ കാറിന്റെ ഉള്ളിൽ കയറ്റിയിരുത്തിയിട്ട് അവളുടെ മടിയിലേക്ക് ആ നായക്കുട്ടീനെ വെച്ചു കൊടുക്കുകയാണ്. ഇപ്പൊ കെവിൻ വേഗം വന്നിട്ട് വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഹീറോയിൻ ഇപ്പൊ കാറിൽ കയറാൻ വരുന്ന സമയത്ത് അവള് നിക്കിനെ കണ്ടു കഴിഞ്ഞപ്പോ നല്ല രീതിയിൽ ടെൻഷൻ ആവാണ്. എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവളുടെ കയ്യിലുണ്ടായിരുന്ന നായക്കുട്ടിയുടെ മേലെ ഒരു കത്തി കുത്തിയിറക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഇത്രയും നേരം കരഞ്ഞുകൊണ്ടിരുന്ന ആ ഒരു നായക്കുട്ടി മുഴുവനായിട്ട് മരിച്ചിട്ടുണ്ട്. ഹീറോയിൻ ഇപ്പൊ നിക്കിന്റെ അടുത്ത് എന്തിനാണ് അങ്ങനെയൊക്കെ ചെയ്തതെന്ന് ചോദിക്കുകയാണ്. നായക്കുട്ടി ഒരുപാട് വേദന അനുഭവിച്ചിട്ടുണ്ടായിരുന്നു. ആ ഒരു വേദന മാറ്റാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്തത്. ഇതിനുശേഷം ഇവൾക്ക് മെന്റലി എന്തോ ഒരു ഇഷ്യൂ ഉണ്ടെന്ന് മനസ്സിലാക്കിയിട്ട് പാർക്ക് എന്ന് പറഞ്ഞ നമ്മുടെ സൈക്കോളജിസ്റ്റിനെ കൺസൾട്ട് ചെയ്യാനായിട്ട് തുടങ്ങിയത്. ഇപ്പൊ ഫ്ലാഷ് ബാക്കിന് ശേഷം പ്രസന്റ് കാണിക്കുകയാണ്. പാർക്ക് നിക്കിനെ കാണാനായിട്ട് വന്നിട്ടുണ്ട്. എന്താ നീ വീണ്ടും നെൽസനെ പറ്റിയിട്ടുള്ള ആ ഒരു കാര്യങ്ങളെല്ലാം വരച്ചു വെച്ചിട്ടുണ്ടെന്നൊക്കെ കേട്ടല്ലോ, നിനക്ക് ഇപ്പൊ മനസ്സിലാവുന്നില്ലേ നീ നെൽസനെ കൊന്നത് തെറ്റാണെന്നുള്ളത്? അങ്ങനെയൊന്നുമല്ല, ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല. നെൽസൺ അത്രയും വേദന അനുഭവിക്കുന്നുണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ അവനെ കൊന്നത് എന്നൊക്കെ ഭയങ്കര സ്ട്രോങ് ആയിട്ട് തന്നെ അവള് പറയുന്നുണ്ട്. ഇത് കേട്ട് കഴിഞ്ഞപ്പോ സൈക്കോളജിസ്റ്റ് പറയാണ്, ഓക്കെ അങ്ങനെയാണോ, മിയയുടെ വീട്ടിലിരിക്കുന്ന സമയത്ത് കത്തിയെടുത്ത് നീ സ്വന്തം കൈ മുറിച്ചതല്ലേ, അങ്ങനെ ആകുമ്പോൾ ബാക്കി എല്ലാവരും മിയനെ വെറുക്കാനായിട്ട് തുടങ്ങും, അതിനു വേണ്ടിയിട്ടല്ലേ നീ അങ്ങനെ ചെയ്തത് എന്നിങ്ങനെ ചോദിക്കുകയാണ്. നിക്കി ഇപ്പൊ പറയാണ്, അങ്ങനെയൊന്നുമില്ല, അത് വെറും ഒരു ആക്സിഡന്റ് മാത്രമാണ്. അങ്ങനെയൊക്കെ മുതിർന്ന ആളുകൾ സംസാരിക്കുന്ന രീതിയിൽ ഭയങ്കര മെച്ചൂർഡ് ആയിട്ടാണ് അവളിപ്പോ സംസാരിക്കുന്നത്. സൈക്കോളജിസ്റ്റ് ഇപ്പൊ പറയാണ്, നീ എത്ര നുണ പറഞ്ഞിട്ടുണ്ടെങ്കിലും ഞാൻ അതൊക്കെ കണ്ടുപിടിക്കും. നെൽസൺ ഉണ്ടായ സമയത്ത് നിന്നെ ആരും കെയർ ചെയ്തിട്ടില്ല, അതുകൊണ്ടാണ് കിട്ടുന്ന ചാൻസിലെല്ലാം നീ ഇതുപോലുള്ള ഓരോരോ കാര്യങ്ങൾ ചെയ്യുന്നത്. അതുപോലെ മിയയുടെ വീട്ടിലുള്ള സമയത്തും നിന്നെ ആരും ശ്രദ്ധിച്ചിട്ടില്ല, അതുകൊണ്ടല്ലേ നീ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ഇതുപോലെ എന്തൊക്കെ കാര്യങ്ങൾ പറഞ്ഞിട്ടും നിക്കി ആ ഒരു കാര്യങ്ങളൊന്നും സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ കുറെ നേരം ഇവളോട് സംസാരിച്ചതിന് ശേഷം ഹീറോയിനെ കൂട്ടിയിട്ട് പുറത്തേക്ക് പോവാണ്. ഞാൻ മാത്രം അവളോട് ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ട് കാര്യമില്ല, അതുകൊണ്ട് തന്നെ അവളെ പറഞ്ഞു മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുക അവൾ ചെയ്തതൊക്കെ തെറ്റായിരുന്നു എന്നുള്ളത്. എന്ത് പറഞ്ഞിട്ടുണ്ടെങ്കിലും അവൾ ചെയ്തത് ഒരു കൊലയാണ്. ആ ഒരു കാര്യങ്ങളൊക്കെ അവളെ പറഞ്ഞ് മനസ്സിലാക്കാനായിട്ട് പറയാണ്. ഇത് കേട്ടുകഴിഞ്ഞപ്പോൾ ഹീറോയിന് ടെൻഷൻ ആവുന്നുണ്ട്. അവൾക്ക് വെറും 7 വയസ്സല്ലേ ആയിട്ടുള്ളൂ. അവളുടെ അടുത്ത് ഇങ്ങനെ കൊലാക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ട് എങ്ങനെയാണ് ഞാൻ അവളുടെ അടുത്ത് സംസാരിക്കുക? ഞാൻ ഇനി അങ്ങനെ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ അവളുടെ മുന്നോട്ടുള്ള ജീവിതത്തിനെ അത് ബാധിക്കില്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്തിട്ട് അവർ നേരെ പോയത് റിയനെ കാണാനായിട്ടാണ്. അതായത് സീരിയൽ കില്ലേഴ്സിനെ പറ്റിയിട്ടൊക്കെ പഠിക്കുന്ന ആളില്ലേ. ഈ ഡയറി കണ്ട സമയത്ത് റിയ പറയാണ്, തീർച്ചയായിട്ടും ഇതൊരു സീരിയൽ കില്ലർ തന്നെയാണ്. സങ്കല്പിച്ചിട്ടൊന്നും ആർക്കും ഇതുപോലെ എഴുതാനായിട്ട് പറ്റില്ല, അതും ഇത്രയും ഡീറ്റെയിൽ ആയിട്ട്. മറ്റൊരു കാര്യം, ഈ ഒരു സീരിയൽ കില്ലർ ഒരു പെണ്ണാണ്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ വരച്ചു വെച്ചിട്ടുള്ള ചിത്രങ്ങളിലേക്ക് നോക്കിയാൽ നമുക്കത് മനസ്സിലാവും. സാധാരണ സീരിയൽ കില്ലേഴ്സ് അവരുടെ ഹീറോയിസം കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലുള്ള ചിത്രങ്ങളൊക്കെ വരയ്ക്കാറുള്ളത്. എന്നാൽ ഇതിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് ഇമോഷൻസ് ഈ ഒരു ചിത്രങ്ങളിൽ വരച്ചു വെച്ചിട്ടുണ്ട്. അതിനർത്ഥം ഇവരൊരു ലേഡിയാണെന്നാണ്. പിന്നെ ചൂണ്ടുവിരലിനും നടുവിരലിനും ഇടയിൽ ഒരു പ്രത്യേക രീതിയിൽ പേന വെച്ചിട്ടാണ് ഈ ഒരു കാര്യങ്ങളെല്ലാം എഴുതി വെച്ചിട്ടുള്ളത്. ലാസ്റ്റ് ആയിട്ട് 2 പേരെ കൊന്നിട്ടുണ്ടെന്ന് ഈ ഒരു പുസ്തകത്തിൽ എഴുതി വെച്ചിട്ടില്ലേ. എന്നാൽ മൂന്നാമത്തെ ആളായിട്ടുള്ള ബെന്നിനെ ഇതുവരെ അങ്ങോട്ടേക്ക് കൊണ്ടുവന്നിട്ട് പോലുമില്ല. ചിലപ്പോൾ ഇനി അങ്ങോട്ടായിരിക്കും ആ ഒരു കാര്യങ്ങളൊക്കെ നടക്കാനായിട്ട് പോകുന്നത്. ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ നമ്മുടെ ഹീറോയിൻ ആണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ ടെൻഷനായിട്ട് പുറത്തേക്ക് ഇറങ്ങി വരാണ്. എന്നാ നീ ഇറങ്ങി പോന്നേന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഞാൻ എന്റെ കയ്യിലുണ്ടായിരുന്ന മുഴുവൻ പണം കൊടുത്തിട്ടാണ് ആ ഒരു വീട് വാങ്ങിയത്, അതും ഒരു സീരിയൽ കില്ലറുടെ വീട്. അവിടെ നമ്മുടെ മകള് സേഫ് ആയിരിക്കും നിനക്ക് തോന്നുന്നുണ്ടോ? അതെല്ലാം ശരിയാന്നുള്ളത് ഈ ഒരു സൈക്കോളജിസ്റ്റ് സമ്മതിക്കുന്നുണ്ട്. അവർ കെവിനെ കോൾ ചെയ്തിട്ട് നിക്കിനെ കൂട്ടിക്കൊണ്ടുപോയിക്കുമെന്ന് പറയാണ്. ഇപ്പൊ രണ്ടുപേരും കൂടിയിട്ട് തിരിച്ച് വീട്ടിലേക്ക് തന്നെ വരുന്നുണ്ട്. നീ ഇപ്പൊ നല്ല ടെൻഷനിലല്ലേ ഉള്ളത്, ഈ ഒരു സ്ട്രെസ് ഒക്കെ ഒന്ന് കുറയ്ക്കാനായിട്ട് ഞാൻ നിനക്ക് ഒരു മരുന്ന് എഴുതി തരാം. എന്നൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, 12 മണിക്കൂർ നേരത്തേക്ക് ഒരൊറ്റ ടാബ്ലറ്റ് മാത്രമേ കഴിക്കാനായിട്ട് പാടുള്ളൂ. അതിൽ കൂടുതൽ ടാബ്ലറ്റ് കഴിച്ചിട്ടുണ്ടെങ്കിൽ അത് ഭയങ്കര ദോഷമാണെന്ന് പറയാണ്. ഇപ്പൊ നമ്മുടെ ഹീറോയിൻ ഒന്ന് കുളിക്കാനായിട്ട് പോകുന്നുണ്ട്. കുളിയൊക്കെ കഴിഞ്ഞിട്ട് കണ്ണാടി നോക്കി മുടിയൊക്കെ ഒന്ന് ഒതുക്കി വെച്ചതിന് ശേഷം അവൾ പുറത്തേക്ക് പോവാണ്. എന്നാൽ അവിടെ ഉണ്ടായിരുന്ന 3 കണ്ണാടികളിൽ ഒരു കണ്ണാടിയിലുള്ള അവളുടെ രൂപം മാത്രം അങ്ങനെ തന്നെ നിൽക്കുകയാണ്. ഇതൊന്നും ശ്രദ്ധിക്കാതെ തന്നെ അവൾ പുറത്തേക്ക് ഇറങ്ങി പോകുന്നുണ്ട്. പുറത്തിറങ്ങി നോക്കുന്ന സമയത്ത് ഇവളുടെ ബെഡ്റൂമിന്റെ ഡോർ തുറന്നിരിക്കുകയാണ്. അത് മാത്രമല്ല, നേരത്തെ ഇവളൊരു നിഴല് കണ്ടിട്ടുണ്ടായിരുന്നില്ലേ, അതേ രൂപം തന്നെ നമ്മുടെ ഹീറോയിന്റെ ബെഡ്റൂമിന്റെ ഉള്ളിലേക്ക് കയറി പോകുന്നത് അവൾ കാണുന്നുണ്ട്. ഇത് കണ്ടിട്ട് നമ്മുടെ ഹീറോയിൻ ആണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ പേടിച്ചു പോകുന്നുണ്ട്. എന്നാലും അവൾ മെല്ലെ മെല്ലെ ആ ഒരു രൂപത്തിനെ ഫോളോ ചെയ്ത് മുന്നോട്ടേക്ക് പോകാനായിട്ട് തുടങ്ങിയിട്ടുണ്ട് ഇപ്പോ. എന്നാൽ ഈ ഒരു റൂമിന്റെ ഉള്ളിൽ മുഴുവൻ തെരഞ്ഞു നോക്കിയിട്ടും അവൾക്ക് അവിടെ ആരെയും കാണാനായിട്ട് സാധിക്കുന്നുണ്ടായിരുന്നില്ല. ശരി, പുറത്തേക്ക് പോകാന്ന് വിചാരിച്ചിട്ട് അവളിപ്പോ പുറത്തേക്ക് ഇറങ്ങുന്നുണ്ട്. എന്നാൽ അതേ സമയത്ത് തന്നെ നമുക്ക് നേരിട്ട് കാണാൻ പറ്റാത്ത എന്തോ ഒരു രൂപം അവളെ ആക്രമിക്കുന്നുണ്ട്. അവളിപ്പോ അലറി കരയാണ്. ഇതേ സമയത്ത് തന്നെ ഇവളുടെ നെറ്റിയിൽ നിന്നും നല്ല രീതിയിൽ ബ്ലഡ് പോകുന്നുണ്ടായിരുന്നു. ശബ്ദമൊക്കെ കേട്ടിട്ട് നമ്മുടെ സൈക്കോളജിസ്റ്റും അങ്ങോട്ടേക്ക് ഓടി വരുന്നുണ്ട്. ആ സീരിയൽ കില്ലർ എന്റെ റൂമിലുണ്ട്, ഞാൻ കണ്ടതാണെന്നൊക്കെ അവള് പറയുന്നുണ്ട്. ഇത് കേട്ട് കഴിഞ്ഞപ്പോ സൈക്കോളജിസ്റ്റ് വേഗം ഓടിയിട്ട് അവളുടെ റൂമിലൊക്കെ തെരഞ്ഞു നോക്കുന്നുണ്ട്. പക്ഷെ അവിടെ ആരും ഉണ്ടായിരുന്നില്ല. അവൻ പുറത്തേക്ക് വന്ന് നോക്കുന്ന സമയത്ത് ഹീറോയിനെയും അവിടെ കാണുന്നുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ മുകളിലുണ്ടായിരുന്ന ആ റൂമിലേക്ക് അവൻ പോയി നോക്കുകയാണ്. അവിടെ ചെന്ന് നോക്കുമ്പോൾ ഹീറോയിൻ ആ ഒരു ഡയറി എടുത്ത് വായിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ ഡയറിയിൽ ഇപ്പൊ പറഞ്ഞിട്ടുള്ളത് 32
വയസ്സുള്ള ബെന്നിനെ 72 മണിക്കൂറിനുള്ളിൽ ഞാൻ കൊല്ലുന്ന കഥയിൽ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. ശരിക്കുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്രയും നേരം ബെൻ എന്നുള്ളൊരു പേര് മാത്രമേ ആ ഒരു ബുക്കിൽ ഉണ്ടായിരുന്നുള്ളൂ. എന്നാൽ അയാളുടെ ഡീറ്റെയിൽസും അതുപോലെ തന്നെ 72 മണിക്കൂറിനുള്ളിൽ അയാളെ കൊല്ലാൻ പോവാണ് അങ്ങനെയുള്ള ഡീറ്റെയിൽസ് കൂടി എഴുതി ചേർത്തിട്ടുണ്ട്. ഇപ്പൊ ഹീറോയിന്റെ മുറിവെല്ലാം സെറ്റ് ചെയ്യാനായിട്ട് സൈക്കോളജിസ്റ്റ് അവളെയും കൂട്ടി താഴേക്ക് വരുന്നുണ്ട്. ഇതേ സമയത്ത് തന്നെ ഇവര് മുന്നേ കണ്ടിട്ടുണ്ടായിരുന്ന ആ ഒരു ഡ്രോയിങ് അവള് സൈക്കോളജിസ്റ്റിന് കാണിച്ചു കൊടുക്കുകയാണ്. ഇത് കണ്ടിട്ട് നിനക്ക് എന്തെങ്കിലും മനസ്സിലാവുന്നുണ്ടോ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. ഇത് നമ്മൾ നേരത്തെ കണ്ടിട്ടുള്ള ഡ്രോയിങ് അല്ലേ? ഓക്കെ, നീ ഇപ്പൊ ശരിക്കും ഒന്ന് സൂക്ഷിച്ചു നോക്ക്. ഈ ചിത്രത്തിലുള്ള പെണ്ണിന്റെ തലയിൽ ഒരു മുറിവുണ്ട്. അതേപോലെ ഒരു മുറിവല്ലേ എന്റെ തലയിൽ ഇപ്പൊ വന്നിട്ടുള്ളത്? ചിലപ്പോൾ ഞാനും ആ ഒരു കില്ലറും തമ്മിൽ എന്തെങ്കിലും ഒരു കണക്ഷൻ ഉണ്ടാവും. ഇപ്പൊ അവളൊരു അഡ്രസ്സ് നമ്മുടെ സൈക്കോളജിസ്റ്റിന് കാണിച്ചു കൊടുക്കുന്നുണ്ട്. ബെന്നിനെ കൊല്ലുന്ന എഴുതി വെച്ചിട്ടുള്ള ആ ഒരു പുസ്തകത്തിന്റെ ഉള്ളിൽ ഈ ഒരു അഡ്രസ്സും ഉണ്ടായിരുന്നു. നമ്മൾ ഇപ്പോഴെങ്കിലും അവിടേക്ക് പോവാണെന്നുണ്ടെങ്കിൽ അവന്റെ ജീവനെങ്കിലും നമുക്ക് രക്ഷിക്കാനായിട്ട് സാധിക്കും. ഇത്രയും കാര്യങ്ങൾ സംഭവിച്ചതിന് ശേഷം സൈക്കോളജിസ്റ്റ് ഒരിക്കലും അവൾ പറയുന്ന കാര്യങ്ങൾ വിശ്വസിക്കാതിരിക്കില്ലല്ലോ. അവളെയും കൂട്ടിയിട്ട് ഇപ്പൊ അവിടെ ഉണ്ടായിരുന്ന ഒരു കടയിലേക്ക് പോവാണ്. കടയിൽ ഒരു ലേഡി ഉണ്ടായിരുന്നു. അവരുടെ അടുത്ത് നമ്മുടെ ഹീറോയിൻ ചോദിക്കുകയാണ്, ഇവിടെ ബെൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരാളല്ലേ, അയാളുടെ അടുത്ത് എനിക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. ഇത് കേട്ട് കഴിഞ്ഞപ്പോ ആ ഒരു ലേഡി കാണുന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ ഷോക്ക് ആവുകയാണ്. നിങ്ങൾക്ക് ബെന്നിനോട് സംസാരിക്കണോ? അത് മറ്റാരുമല്ല, എന്റെ അടുത്തിരിക്കുന്ന ഈ ഒരു കുട്ടിയാണ്. എന്റെ എക്സ് ഹസ്ബൻഡ് ആണോ നിങ്ങൾ ഇങ്ങോട്ടേക്ക് അയച്ചത്? അവൻ കുറെ നാളായിട്ട് കുട്ടിയെ കൊണ്ടുപോകാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. അതിനാണ് നിങ്ങൾ വന്നിട്ടുള്ളതെങ്കിൽ എനിക്ക് നിങ്ങളോട് സംസാരിക്കാനായിട്ട് താല്പര്യമില്ല. ദയവ് ഇത് പുറത്തേക്ക് ഇറങ്ങി പോകാനായിട്ട് പറയാണ്. ഇതറിഞ്ഞിട്ട് പുറത്തേക്ക് വന്ന നമ്മുടെ ഹീറോയിനും അതുപോലെ തന്നെ സൈക്കോളജിസ്റ്റും നല്ല രീതിയിൽ ഷോക്ക് ആവാണ്. സീരിയൽ കില്ലർ കൊല്ലാൻ പോകുന്ന ആളുടെ വയസ്സ് 32 എന്ന് ആ ഒരു ബുക്കിൽ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ ഈ ഒരു അഡ്രസ്സിലേക്ക് വന്ന സമയത്ത് ബെന്നിന്റെ വയസ്സ് വെറും 2 മാത്രമാണ്. അതിനുശേഷം ആ ഒരു ഡയറി നമ്മുടെ സൈക്കോളജിസ്റ്റിന്റെ അടുത്ത് കൊടുത്തിട്ട് നമ്മുടെ ഹീറോയിൻ നേരെ വീട്ടിലേക്ക് വരികയാണ്. അത് മാത്രമല്ല നമ്മുടെ നിക്കിനെ വീട്ടിലേക്ക് കൂട്ടിയിട്ട് വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്താണ് നമ്മുടെ ഹീറോയിൻ ഒരു കാര്യം ശ്രദ്ധിക്കുന്നത്. ഇവളുടെ കയ്യിൽ മുറിവുണ്ടായിട്ടുണ്ടല്ലോ. അതുകൊണ്ട് തന്നെ റിയ പറഞ്ഞിട്ടുള്ളത് പോലെ ചൂണ്ടുവിരലിന്റെയും നടുവിരലിന്റെയും ഇടയിൽ വെച്ചിട്ടാണ് അവൾ ചിത്രങ്ങൾ വരച്ചിട്ടുണ്ടായിരുന്നത്. ഇതേ സമയത്ത് തന്നെ നമ്മുടെ കെവിൻ നിക്കിക്ക് വേണ്ടിയിട്ട് ഒരു ഗിഫ്റ്റ് ഒക്കെ ആയിട്ട് അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. നിക്കിയും ഓടിപ്പോയിട്ട് കെവിനെ കെട്ടിപ്പിടിക്കുകയാണ്. ഇപ്പൊ ഹീറോയിനും അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. കെവിൻ കൊണ്ടുവന്നിട്ടുള്ള ഗിഫ്റ്റ് കണ്ടിട്ട് അവൾ നല്ല രീതിയിൽ ഷോക്ക് ആവുന്നുണ്ട്. കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവരുടെ വീടിന്റെ മുകളിലുണ്ടായിരുന്ന ആ ഒരു സീരിയൽ കില്ലറിന്റെ പെട്ടിയില്ലേ, അതേ പെട്ടിയാണ് കെവിൻ ഇപ്പൊ അവൾക്ക് ഗിഫ്റ്റ് ആയിട്ട് കൊണ്ടു കൊടുത്തിട്ടുള്ളത്. തുറന്നു നോക്കുന്ന സമയത്ത് ആ പെട്ടിക്കുള്ളിൽ എന്തൊക്കെയാണോ ഉണ്ടായിരുന്നത് അത്രയും കാര്യങ്ങള് കെവിൻ കൊണ്ടുവന്ന പെട്ടിന്റെ ഉള്ളിൽ ഉണ്ടായിരുന്നു. ഈ ഒരു പെട്ടിയായിട്ട് നമ്മുടെ ഹീറോയിൻ ഇപ്പൊ മോളത്തെ റൂമിലേക്ക് വന്ന് നോക്കുന്നുണ്ട്. ആ ഒരു സമയത്ത് അവിടെ ഉണ്ടായിരുന്ന പെട്ടി കാണാതായിട്ടുണ്ട്. ഇപ്പൊ പെട്ടിയിലുണ്ടായിരുന്ന ഡയറി ഓപ്പൺ ചെയ്ത് നോക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ ബെൻ 3:28 മരിക്കാൻ പോവാണെന്നാണ്. ഹീറോയിൻ സൈക്കോളജിസ്റ്റിനെ വന്ന് കാണുന്നുണ്ട്. എനിക്കെന്തോ ഈ ഒരു കാര്യങ്ങളൊന്നും ഇപ്പൊ സംഭവിക്കാനായിട്ട് പോകുന്നതെന്ന് തോന്നുന്നില്ല. ബെൻ വളർന്നു വലുതായിട്ട് ഒരു 30-32 വയസ്സാവുന്ന സമയത്താണ് ആ ഒരു കാര്യങ്ങളൊക്കെ നടക്കാനായിട്ട് പോകുന്നത്. എങ്ങനെ ഈ ഒരു കാര്യങ്ങളൊക്കെ നമുക്ക് നേരത്തെ തന്നെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. നിക്കി ഇപ്പൊ ചൂണ്ടുവിരലിനും നടുവിരലിനും ഇടയിൽ പേന വെച്ചിട്ട് എഴുതുന്നതൊക്കെ അവളിപ്പോ സൈക്കോളജിസ്റ്റിനോട് പറയാണ്. തീർച്ചയായിട്ടും അവളായിരിക്കും വളർന്നു വലുതാവുന്ന സമയത്ത് ഒരു സൈക്കോ കില്ലറായിട്ട് മാറാനായിട്ട് പോകുന്നത്. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ സൈക്കോളജിസ്റ്റ് അതിന് ശക്തമായിട്ട് എതിർക്കുന്നുണ്ട്. അവൾക്ക് 7 വയസ്സല്ല ആയിട്ടുള്ളൂ. അവൾ ലൈഫിൽ എന്താണ് ആയി തീരേണ്ടതെന്നുള്ള ഡിസിഷൻ ഒന്നും എടുക്കാനുള്ള പ്രായം അവൾക്ക് ആയിട്ടില്ല. അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. ഇതിനുശേഷം ഇവര് റിയനെ കാണാനായിട്ട് പോവാണ്. ഇപ്പൊ റിയനോട് അവർ ചോദിക്കുന്നുണ്ട്, ഈ ഒരു സീരിയൽ കില്ലർ എങ്ങനെയാണ് ഉണ്ടാവുന്നത്? അവർ എന്തിനാണ് അങ്ങനെ മാറുന്നത്? ഒന്നെങ്കിൽ ചെറു പ്രായത്തില് അവർ ഒരുപാട് പീഡിപ്പിക്കപ്പെട്ടിട്ടുണ്ടാവും, അതല്ലെങ്കിൽ അവർ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ആരെങ്കിലും അവരെ കൊല്ലാനായിട്ട് ട്രൈ ചെയ്തിട്ടുണ്ടാവും. ആ സമയത്ത് അവർ ആദ്യമായി ഒരു കൊല ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ത്രില്ല് അവർ സീരിയൽ കില്ലറായിട്ട് മാറ്റും. ഇപ്പൊ നമ്മുടെ ഹീറോയിൻ ചോദിക്കുന്നുണ്ട്, അവൾ സീരിയൽ കില്ലറായിട്ട് മാറുന്നുണ്ടെങ്കിൽ അത് ഏതൊരു പ്രായത്തിലായിരിക്കും, ഏത് പ്രായത്തിലായിരിക്കും അവൾ അങ്ങനെ മാറുന്നത് എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. എനിക്ക് ഈ ഒരു ഡയറി വായിച്ച സമയത്ത് മനസ്സിലായത് ചെറിയ പ്രായത്തില് അവളെ ആരോ കൊല്ലാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. അതിനുശേഷമാണ് അവൾ ഒരു സീരിയൽ കില്ലറായിട്ട് മാറിയിട്ടുള്ളത്. ഇവിടുന്ന് കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഹീറോയിൻ ഒരു പാർട്ടിക്ക് വന്നതാണ്. അവിടെ കെവിനും മിയയും എല്ലാരും തന്നെ ഉണ്ടായിരുന്നു. ഈ ഒരു സമയത്ത് മിയയ്ക്ക് വേണ്ടിയിട്ട് കെവിൻ ഗിഫ്റ്റ് ഒക്കെ കൊടുക്കുന്നുണ്ട്. കെവിൻ ഗിഫ്റ്റ് ആയിട്ട് കൊടുത്തിട്ടുള്ള കമ്മൽ കണ്ട സമയത്താണ് നമ്മുടെ ഹീറോയിൻ ഒരു കാര്യം മനസ്സിലാവുന്നത്. നമ്മുടെ നിക്കി സൈക്കോ കില്ലറായിട്ട് മാറാനായിട്ടുള്ള കാരണം മിയ തന്നെയായിരിക്കും. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു പെട്ടിയിൽ ഇവള് മുന്നേ തന്നെ ഈ ഒരു കമ്മലുകൾ കണ്ടിട്ടുണ്ടായിരുന്നു. നിക്കി ആദ്യം തന്നെ കൊല്ലാനായിട്ട് പോകുന്നത് മറ്റാരെയല്ല, മിയേനെയാണ്. അതിനുശേഷം ഈ കമ്മലുകൾ അവളുടെ പെട്ടിയിൽ സൂക്ഷിച്ചു വെക്കും. അതാണ് സംഭവിക്കാനായിട്ട് പോകുന്നത്. ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് നമ്മുടെ ഹീറോയിൻ വീട്ടിലേക്ക് വരികയാണ്. എങ്ങനെയെങ്കിലും നിക്കി സൈക്കോ കില്ലറായിട്ട് മാറുന്നതിൽ നിന്നും അവളെ തടയണം. അതിനു വേണ്ടിയിട്ട് അവളിപ്പോ പുറത്തു പോകാനായിട്ടൊന്നും സംഭവിക്കാതെ വീട്ടിൽ തന്നെ പിടിച്ചു വെക്കുകയാണ്. നിക്കിയുടെ സ്കൂളിൽ നിന്ന് വിളിക്കുന്നുണ്ട്. ഇപ്പൊ ഹീറോയിൻ ഫോൺ എടുത്തിട്ട് അവൾക്ക് തീരെ സുഖമില്ല, അതുകൊണ്ട് തന്നെ ഇനി സ്കൂളിലേക്ക് വിടുന്നില്ല എന്ന് പറയാണ്. അത് മാത്രമല്ല കെവിൻ വിളിക്കുന്ന സമയത്തും ആ ഒരു കോളും അവൾ കട്ട് ചെയ്യാണ്. എന്തിന് നമ്മുടെ ഡോക്ടറെ വിളിച്ചാൽ പോലും ആ ഒരു കോൾ വരെ അവൾ എടുക്കുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ ഒരു 2-3 ദിവസം കഴിയുന്നുണ്ട്. അമ്മ എന്താ പറ്റിയത്? ഞാനെന്താ അച്ഛൻ്റെ കൂടെ പോകുന്നത് നിങ്ങൾക്ക് ഇഷ്ടാവുന്നില്ലേ? എന്നാ തിരിച്ചൊന്നും പറയാതെ നമ്മുടെ ഹീറോയിൻ നിക്കിനെ അങ്ങനെ കെട്ടിപ്പിടിക്കുകയാണ്. ഇപ്പൊ രാത്രി ആയിട്ടുണ്ട്. നിക്കി അവളുടെ അമ്മയുടെ കൂടെ ഉറങ്ങാനായിട്ട് ഹീറോയിന്റെ റൂമിലേക്ക് വരികയാണ്. അങ്ങനെ ഒരു 6 ദിവസം കഴിഞ്ഞു പോയിട്ടുണ്ട്. സാധാരണ പോലെ നമ്മുടെ ഹീറോയിനും വീട്ടിലുള്ള ക്ലീനിങ് ജോലികളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് മുകളിലുണ്ടായിരുന്ന റൂമിൽ നിന്നും ആരോ നടന്നു പോകുന്ന ഒരു ശബ്ദം കേൾക്കാണ്. ഇനി വരാൻ പോകുന്ന കാലത്ത് നടക്കുന്ന കാര്യങ്ങളാണ് നമ്മുടെ ഹീറോയിൻ ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നതെന്ന് അവൾക്ക് നന്നായിട്ട് തന്നെ അറിയായിരുന്നു. അതുകൊണ്ട് തന്നെ നിക്കിയോട് സംസാരിക്കുന്ന രീതിയിൽ അവളിപ്പോ സംസാരിക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. നിക്കി, നീ ഇവിടെ ഉണ്ടെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. നീ ചെയ്തുകൊണ്ടിരിക്കുന്നത് വലിയ തെറ്റാണ്. അതുകൊണ്ട് നീ ഇപ്പോഴെങ്കിലും പറ, നീ ഇങ്ങനെ ആവാനായിട്ടുള്ള കാരണം ആരാണ്?
ഫ്രണ്ടാണ്. അത് മാത്രമല്ല നിന്റെ ഡയറിയിൽ എഴുതിയിട്ടുണ്ട് എന്റെ ലൈഫിൽ ഒരു സംഭവം നടന്നിട്ടുണ്ട്, അതിനുശേഷമാണ് ഞാൻ ഇങ്ങനെ മാറിയതെന്ന്. അത് എന്ത് സംഭവമാണെങ്കിലും എന്നോട് ഷെയർ ചെയ്യാൻ പറയാണ്. ഹീറോയിൻ ഇപ്പൊ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നിക്കിയുടെ ആ ഒരു രൂപം അവളുടെ കണ്ണിന്റെ മുന്നിൽ അങ്ങനെ വന്ന് നിൽക്കുകയാണ്. അതിനുശേഷം റൂമിലിരിക്കുന്നുണ്ടായിരുന്ന കുട്ടി നിക്കിയുടെ അടുത്തേക്ക് പോവാണ്. ഇത് കണ്ട് പേടിച്ചിട്ട് ഹീറോയിനും പുറകെ തന്നെ ഓടി പോകുന്നുണ്ട്. എന്നാൽ ഇവൾ അവിടെ എത്തുന്നതിന് മുന്നേ തന്നെ ആ രൂപം ഇവരുടെ ബെഡ്റൂമിന്റെ ഡോർ ലോക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. പുറത്തു നിന്ന് ഇവള് നോക്കുന്ന സമയത്ത് നിക്ക് അലറിക്ക് അറിയുന്ന ശബ്ദം മാത്രമാണ് കേൾക്കുന്നത്. ഇത് കണ്ടിട്ട് പേടിച്ചിട്ട് അവൾ എങ്ങനെയൊക്കെയോ ആ ഒരു ഡോർ തല്ലി പൊളിച്ച് അകത്തേക്ക് കയറാണ്. എന്നാൽ ഇപ്പൊ അവിടെ ഉണ്ടായിരുന്ന ഷാഡോനെ അവിടെ ഒന്നും കാണാനായിട്ടുണ്ടായിരുന്നില്ല. എന്നാൽ അതേ സമയത്ത് തന്നെ നമ്മുടെ നിക്കിയുടെ വായിൽ നിന്നും ഭയങ്കരമായിട്ട് ബ്ലീഡ് ചെയ്യാണ്. എന്തോ ഒരു കാര്യം കൊണ്ട് ഈ വന്നിട്ടുള്ള രൂപം അവളുടെ ചെറിയ പ്രായത്തിലുള്ള നിക്കിയെ ഒരുപാട് ഉപദ്രവിച്ചിട്ടുണ്ട്. ഹീറോയിനാണെന്നുണ്ടെങ്കിൽ അവളെ കെട്ടിപ്പിടിച്ചിട്ട് ആശ്വസിപ്പിക്കുകയാണ്. നിനക്കൊന്നും സംഭവിക്കില്ല, നിന്റെ കൂടെ ഞാൻ ഉണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. ഇതിനുശേഷം ഇവർ രണ്ടുപേരും ഒരുമിച്ചിരുന്നിട്ട് എന്തൊക്കെയോ ചിത്രങ്ങളൊക്കെ വരയ്ക്കുന്നുണ്ട്. ആ ഒരു സമയത്ത് തന്നെ കെവിൻ കറക്റ്റ് ആയിട്ട് ഇവരെ കാണാനായിട്ട് വരാണ്. ഏയ് നിനക്ക് എന്താ പറ്റിയത്? ഞാൻ എത്ര പ്രാവശ്യം നിന്നെ വിളിച്ചു, ആ ഒരു സമയത്ത് നീ എന്താ കോൾ എടുക്കാത്തത്? 4-5 ദിവസമായിട്ട് നീ വീട് വിട്ട് പോലും പുറത്തേക്ക് പോകുന്നില്ലല്ലോ. നിക്ക് ഓക്കെ അല്ലേ? എനിക്ക് അവളെ കാണണം, അവളോട് എനിക്ക് സംസാരിക്കണം എന്നൊക്കെ പറയാണ്. എന്നാൽ കുറച്ച് ഡിസ്റ്റൻസിൽ നിന്നിട്ട് നിക്ക് ഇതെല്ലാം കേൾക്കുന്നുണ്ടായിരുന്നു. അവളിപ്പോ ഓടിയിട്ട് മേലെ ഉണ്ടായിരുന്ന റൂമിലേക്ക് പോവാണ്. ഈ ഒരു സമയത്ത് അവളുടെ മുഖത്തുണ്ടായിരുന്ന മുറിവുകളെല്ലാം കെവിൻ കാണാണ്. നിന്റെ മുഖത്ത് എന്താ സംഭവിച്ചത്? നിന്നെ ആരാ എന്താ ചെയ്തതെന്നൊക്കെ കെവിൻ ഇപ്പൊ ചോദിക്കുന്നുണ്ട്. ഈ ഒരു സമയത്ത് നിക്കി അവിടെ നിൽക്കുന്നുണ്ട്. ഹീറോയിൻ ഇപ്പോ അവളോട് മേലെ പോയിരിക്കാനായിട്ട് പറയുന്നുണ്ട്. ഇപ്പൊ കെവിൻ പറയാണ്, എനിക്കെല്ലാം മനസ്സിലാവുന്നുണ്ട്, നീ അവളെ എന്റെ അടുത്ത് പിരിക്കാനായിട്ടല്ലേ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. സോ അതിനു വേണ്ടിയിട്ടല്ലേ നീ അവളെ ഇവിടെ അടച്ചിട്ടിട്ട് ടോർച്ചർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത്തരം കാര്യങ്ങളൊക്കെ കണ്ടിട്ട് എനിക്ക് മിണ്ടാതിരിക്കാനായിട്ട് സാധിക്കില്ല. നിയമത്തിന്റെ വഴിക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അവനിപ്പോ ദേഷ്യത്തിൽ പുറത്തേക്ക് ഇറങ്ങി പോകുന്നുണ്ട്. ഈ സമയത്ത് തന്നെ സൈക്കോളജിസ്റ്റ് അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. നീ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ശരിയാണെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? നിങ്ങൾ ഡിവോഴ്സ് ആയ സമയത്ത് ഒരു കോർട്ട് ഓർഡർ ഉണ്ട്, ആഴ്ചയിൽ 2 ദിവസം നിക്കി കെവിന്റെ സംരക്ഷണയിൽ ഉണ്ടാവണം. കൃത്യമായിട്ട് തന്നെ ആ ഒരു ഓർഡറിൽ അത് പറയുന്നില്ലേ? നീ കോടതി ഉത്തരവിനെതിരെ എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിയമപരമായിട്ട് നിക്കിയെ നിന്നെയും പിരിക്കാനായിട്ടുള്ള സാധ്യതയുണ്ട്. ഇപ്പൊ സൈക്കോളജിസ്റ്റ് അടുത്ത് നമ്മുടെ ഹീറോയിൻ പറയുന്നുണ്ട്, ഇന്നലെ ഞാൻ എന്താ കണ്ടതെന്ന് നിനക്കറിയോ? ഫ്യൂച്ചറിൽ വരാൻ പോകുന്ന നിക്കിയുടെ രൂപം ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ അവളുടെ അടുത്ത് നീ ഇങ്ങനെ ആവാനുള്ള കാരണം എന്താണെന്നൊക്കെ ചോദിച്ചു. ആ സമയത്ത് ദേഷ്യം പിടിച്ചിട്ട് അത് നേരെ വന്നിട്ട് നിക്കിനെ ആക്രമിച്ചിട്ടുണ്ട്. ഇപ്പൊ സൈക്കോളജിസ്റ്റ് പറയാണ്, ആ ഒരു രൂപം നിക്കി കണ്ടിട്ടുണ്ടോ? അവള് പേടിച്ചു പോയിട്ടുണ്ടാവുമല്ലോ. ഇല്ല, അവൾ ആ ഒരു രൂപം ഒന്നും കണ്ടിട്ടില്ല. എന്താ സംഭവിച്ചെന്നുള്ളത് പോലും അവൾക്ക് കൃത്യമായിട്ട് മനസ്സിലായിട്ടില്ല എന്നൊക്കെ പറയാണ്. എനിക്ക് അവളൊരു സൈക്കോ കില്ലർ ആവുന്നത് തടയണം. ആദ്യമായിട്ട് അവൾ കൊല്ലാൻ പോകുന്നത് മിയയാണ്. അതെനിക്ക് തടഞ്ഞേ പറ്റുള്ളൂ. അതിനു വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന് പറയുന്നുണ്ട്. എന്നാൽ ഇതേ സമയത്ത് തന്നെ പുറത്തേക്ക് പോയിട്ടുള്ള കെവിൻ പോലീസുകാരുമായിട്ട് തിരിച്ചു വരുന്നുണ്ട്. അവളുടെ കയ്യിൽ കോർട്ട് ഓർഡർ ഉള്ളതുകൊണ്ട് തന്നെ നമ്മുടെ ഹീറോയിന് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല. നിക്കിനെ ഓരോരോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് സമാധാനപ്പെടുത്തി കെവിന്റെ കൂടെ വിടാണ്. ഇപ്പൊ അവിടുന്ന് കട്ട് ചെയ്തിട്ട് കെവിന്റെ വീടാണ് കാണിക്കുന്നത്. എല്ലാവരും കൂടി ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്നുണ്ട്. മിയ നിക്കിനോട് പറയാണ്, നാളെ നമ്മള് മീൻ പിടിക്കാനായിട്ട് പോവല്ലേ, അതിനുള്ള ടിക്കറ്റ് ഒക്കെ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്, അപ്പൊ നമുക്ക് നാളെ ഹാപ്പി ആയിട്ട് അടിച്ചു പൊളിച്ചിട്ട് വരാന്നൊക്കെ പറയാണ്. ഇപ്പൊ നിക്കി പറയുന്നുണ്ട്, നീ എന്താ എന്റെ ഫ്രണ്ട് ആണോ? നീ എന്റെ ഫ്രണ്ട് ഒന്നുമല്ല, നീ കെവിന്റെ ഗേൾ ഫ്രണ്ട് ആണ്. അതുകൊണ്ട് നമ്മൾ തമ്മിൽ കൂടുതൽ അടുപ്പമൊന്നും വേണ്ടെന്ന് പറയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോ കെവിന് നല്ല രീതിയിൽ ദേഷ്യം വരുന്നുണ്ട്. നീ എന്താ പറഞ്ഞത്, കെവിന്നോ? ഇതിനുശേഷം നീ എന്നെ അച്ഛൻ പോലും വിളിക്കില്ലേ? എന്താ നിന്റെ അമ്മ നിന്നെ ബ്രെയിൻ വാഷ് ചെയ്ത് മാറ്റിയോ എന്നൊക്കെ ചോദിക്കാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോ എനിക്ക് നിങ്ങളെക്കാളും വലുത് എന്റെ അമ്മയാണ് എന്നൊക്കെ ദേഷ്യത്തിൽ പറഞ്ഞിട്ട് അവള് മേലെയുള്ള റൂമിലേക്ക് പോകുന്നുണ്ട്. ഇവിടുന്ന് കട്ട് ചെയ്തിട്ട് നമ്മുടെ ഹീറോയിനും സൈക്കോളജിസ്റ്റും കാണിക്കുകയാണ്. ഇവർ ആ ഒരു ഡയറി മുഴുവൻ വീണ്ടും തെരഞ്ഞു നോക്കുന്നുണ്ട്. അതിലിപ്പോ പ്ലാൻ ചെയ്തിട്ടുള്ളത് പോലെ ബെന്നിനെ കൊന്നു എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ഹീറോയിൻ ടെൻഷനായിട്ട് നമ്മുടെ സൈക്കോളജിസ്റ്റ് കൊടുത്തിട്ടുള്ള മരുന്ന് വീണ്ടും വീണ്ടും കഴിക്കുകയാണ്. ഇപ്പൊ നമ്മുടെ ഹീറോയിന്റെ മനസ്സിലേക്ക് ഓരോരോ കാര്യങ്ങൾ വരുന്നുണ്ട്. ഞാൻ ഒരിക്കലും കെവിന്റെ കൂടെ അവളെ പറഞ്ഞു വിടാനായിട്ട് പാടില്ലായിരുന്നു. ചിലപ്പോൾ ഇന്നായിരിക്കും അവൾ മിയനെ കൊല്ലാനായിട്ട് പോകുന്നത്. അതിനുശേഷമായിരിക്കും അവൾ സൈക്കോ കില്ലറായിട്ട് മാറുന്നത്. ഈ ഒരു കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് സൈക്കോളജിസ്റ്റും നമ്മുടെ ഹീറോയിനും കൂടിയിട്ട് വണ്ടി എടുത്ത് വേഗം പോകുന്നുണ്ട്. ഇപ്പൊ നമ്മുടെ മിയനെ കെവിനെ നോക്കുകയാണെങ്കിൽ അവർ ഉറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇതേ സമയത്ത് മെല്ലെ ഡോർ തുറന്നിട്ട് നിക്കി ഉള്ളിലേക്ക് വരുന്നുണ്ട്. അവളുടെ കയ്യിലാണെന്നുണ്ടെങ്കിൽ ഒരു കത്രികയുണ്ട്. തീർച്ചയായിട്ടും നിക്കി ഇവളെ കൊല്ലാനായിട്ട് പോവാണ്. അങ്ങനെയായിരിക്കും ഇവളൊരു കില്ലറായിട്ട് മാറുന്നതെന്നൊക്കെ നമ്മൾ വിചാരിച്ചിരിക്കുന്ന സമയത്ത് ഇവള് ടേബിളിന്റെ മുകളിൽ വെച്ചിട്ടുണ്ടായിരുന്ന മിയയുടെ കമ്മലെടുത്ത് പോക്കറ്റിൽ ഇടുന്നുണ്ട്. അതിനുശേഷം അവളുടെ തലമുടി വെട്ടിയെടുക്കാനായിട്ട് ശ്രമിക്കുകയാണ്. ഈ ഒരു സമയത്ത് മിയ ഉറക്കത്തിൽ നിന്ന് ഞെട്ടി എണീക്കുന്നുണ്ട്. കയ്യിൽ കത്രികയും വെച്ചിട്ട് ഇവള് നിൽക്കുന്ന കണ്ടിഞ്ഞപ്പോ മിയ നല്ല രീതിയിൽ പേടിക്കുകയാണ്. ഈ ഒരു കോലാഹലമൊക്കെ കേട്ടിട്ട് കെവിൻ എണീക്കുന്നുണ്ട്. ഇപ്പൊ മിയനോട് റൂമിന്റെ പുറത്ത് പോയി നിൽക്കാൻ പറയാണ്. അതിനുശേഷം നമ്മുടെ നിക്കിനോട് ചോദിക്കുന്നുണ്ട്, നിനക്കെന്താ ഭ്രാന്ത് പിടിച്ചോ? നീ എന്തിനാണ് മിയനോട് ഇങ്ങനെയൊക്കെ പെരുമാറുന്നത്? അങ്ങനെയൊക്കെ ഓരോരോ കാര്യങ്ങൾ അവളോട് ചോദിക്കുന്നുണ്ട്. എന്നാൽ നിക്കാണെന്നുണ്ടെങ്കിൽ ഇതിനൊന്നും മറുപടി പറയാതെ എനിക്ക് എന്റെ അമ്മയുടെ അടുത്ത് പോകണം, എനിക്ക് എന്റെ അമ്മയുടെ അടുത്ത് പോകണമെന്ന് മാത്രമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇതേ സമയത്ത് തന്നെ ഹീറോയിൻ കെവിന്റെ വീട്ടിലെത്തിയിട്ടുണ്ടായിരുന്നു. ഇതിനു മുന്നേ കെവിനും ഹീറോയിനും ജീവിച്ചുകൊണ്ടിരുന്നത് ഇതേ വീട്ടിൽ തന്നെയായിരുന്നു. അതുകൊണ്ട് വീടിന്റെ ഒരു സ്പെയർ കീ നമ്മുടെ ഹീറോയിന്റെ കയ്യിലുണ്ടായിരുന്നു. അത് വെച്ചിട്ട് ഇപ്പോൾ അവൾ വാതിൽ തുറക്കുകയാണ്. ഇപ്പൊ നമ്മൾ കെവിനെ മിയനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കെവിൻ ഇപ്പൊ പറയാണ്, നോക്ക്, നിനക്ക് നിന്റെ അമ്മേന്റെ അടുത്തേക്ക് ഇനി ഒരിക്കലും പോകാനായിട്ട് സാധിക്കില്ല. ഇനി ഞാനാണ് നിന്റെ അച്ഛൻ, മിയാണ് നിന്റെ അമ്മ. അതുകൊണ്ട് തന്നെ അവളോട് മര്യാദയ്ക്ക് പെരുമാറുന്നൊക്കെ പറയാണ്. അവളിപ്പോ കരഞ്ഞുകൊണ്ട് കെവിനെ തള്ളി വിടുകയാണ്. ഈ ഒരു സമയത്തേക്ക് നമ്മുടെ ഹീറോയിനും വാതിൽ തുറന്നിട്ട് അകത്തേക്ക് കയറിയിട്ടുണ്ട്. നോക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ പടിക്കെട്ടിൽ നിന്നും താഴെ വീണിട്ട് കെവിൻ അവിടെ മരിച്ചു കിടക്കുന്നതാണ് അവൾ കാണുന്നത്. നിക്കി എന്ത് ചെയ്യരുതെന്ന് വിചാരിച്ചോ അത് തന്നെയാണ് അവൾ ചെയ്തിട്ടുള്ളത്. അവളുടെ ജീവിതം ഒരു സീരിയൽ കില്ലറായിട്ട് മാറാനായിട്ട് പോവാണെന്നുള്ള ആലോചിച്ചപ്പോ നമ്മുടെ ഹീറോയിന് ഒട്ടും താങ്ങാനായിട്ട് പറ്റുന്നുണ്ടായിരുന്നില്ല. ഇപ്പൊ മിയ അങ്ങോട്ടേക്ക് വന്നിട്ടുണ്ട്. അവളും നിക്കിയും ഒരുപാട് കരയാണ്. ഇപ്പൊ പിറ്റേ ദിവസം രാവിലെ ആയിട്ടുണ്ട്. ഒരുപാട് പോലീസുകാർ അങ്ങോട്ടേക്ക് വന്നിട്ട് കെവിന്റെ ബോഡി അവിടെ നിന്ന് എടുത്തിട്ട് പോകുന്നുണ്ട്. അതിനുശേഷം മിയന്റെ അടുത്തും നമ്മുടെ ഹീറോയിന്റെ അടുത്തും ഒരുപാട് കാര്യങ്ങളൊക്കെ ചോദിക്കുകയാണ്. സൈക്കോളജിസ്റ്റ് നമ്മുടെ ഹീറോയിന്റെ അടുത്തേക്ക് പോയി വരുന്നുണ്ട്. എന്നിട്ട് പറയാണ്, എന്നോട് ക്ഷമിക്കണം, ഞാൻ ഒരുപാട് അവരോട് സംസാരിച്ച് നോക്കിയിട്ടുണ്ട്, പക്ഷെ അവർ സമ്മതിക്കുന്ന മട്ടില്ല. നമ്മുടെ നിക്കിനെ ഗവൺമെന്റിന്റെ അണ്ടറിലുള്ള ഒരു ഫെസിലിറ്റിയിലേക്ക് മാറ്റാനായിട്ട് പോവാണ്. അവൾ ഓരോരോ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു
ഒരു പോലീസ് ഓഫീസർ അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. സൈക്കോളജിസ്റ്റിന്റെ അടുത്ത് ചില കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാനെന്ന് പറഞ്ഞിട്ട് അവനെ കൂട്ടിയിട്ട് പോവാണ്. ഈ സമയത്ത് നമ്മുടെ ഹീറോയിന്റെ അടുത്ത് ഒരു പോലീസുകാരൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അവളിപ്പോ ആ ഒരു പോലീസുകാരന്റെ അടുത്ത് പറയാണ്, എനിക്ക് എന്തോ തല ചുറ്റുന്നത് മാതിരിയുണ്ട്, കുടിക്കാനായിട്ട് കുറച്ച് വെള്ളം എടുത്തു തരുമെന്ന് ചോദിക്കുകയാണ്. അയാളും ഇപ്പൊ വെള്ളം എടുക്കാനായിട്ട് പോകുന്നുണ്ട്. നിക്കിനെ കൂട്ടിയിട്ട് അവിടെ ഉണ്ടായിരുന്ന ഒരു കാറുമായിട്ട് അവൾ അവിടുന്ന് പോകുന്നുണ്ട്. നിക്കിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് അവൾ ഇങ്ങനെയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഇത്രയും വലിയ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും അവൾക്ക് ഒരു തരി പോലും കുറ്റബോധം ഉണ്ടായിരുന്നില്ല. അവൾ ഭയങ്കര കൂളായിട്ടാണ് ഇപ്പോഴും ഇരിക്കുന്നത്. ഇപ്പൊ ഹീറോയിന്റെ അടുത്ത് അവൾ ചോദിക്കുകയാണ്, നമ്മൾ ഇനി ആ ഒരു വീട്ടിലേക്ക് പോകേണ്ട ആവശ്യമില്ലല്ലോ. ഇത് കേട്ട് കഴിഞ്ഞപ്പോ ഹീറോയിൻ പറയാണ്, നിക്കി മരിച്ചു പോയത് നിന്റെ അച്ഛനാണ്, അതാലോചിച്ചിട്ട് നിനക്ക് ഒരു ടെൻഷനും തോന്നില്ലേ? എന്നാൽ ഇത് ചോദിച്ചു കഴിഞ്ഞപ്പോ നിക്കി ഒന്നും മിണ്ടുന്നുണ്ടായിരുന്നില്ല. ഇത് കണ്ടു കഴിഞ്ഞപ്പോ ഹീറോയിൻ ഒരു ഡിസിഷൻ എടുക്കുകയാണ്. ഇവൾ ഇനി ഒരിക്കലും തടയാനായിട്ട് പറ്റില്ല. ഇവൾ വലുതായിട്ടുണ്ടെങ്കിൽ ഒരുപാട് ആളുകളെ അവൾ കൊല്ലാനായിട്ടുള്ള സാധ്യതയുണ്ട്. ഇതൊക്കെ ആലോചിച്ചിട്ട് ആക്സിലേറ്ററിൽ ഇങ്ങനെ ചവിട്ടി പിടിക്കുകയാണ്. കാറാണെന്നുണ്ടെങ്കിൽ പാഞ്ഞു മുന്നോട്ടേക്ക് പോകുന്നുണ്ട്. ഇപ്പൊ അവിടെ എവിടേക്ക് ഇടിച്ചിട്ട് കാർ ഒരുപാട് തവണ റൗണ്ട് അടിച്ച് നിലത്തേക്ക് വീഴുന്നുണ്ട്. ഇവളൊരു സൈക്കോ കില്ലറായിട്ട് മാറാതിരിക്കാനായിട്ട്, നിരപരാധികളായിട്ടുള്ള ആളുകളെ ഇവൾ കൊല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ഹീറോയിൻ അവളെയും അവളുടെ മകളെയും ഒരുമിച്ച് ഇല്ലാതാക്കാനായിട്ട് ശ്രമിക്കുകയാണ്. കുറച്ച് സമയത്തിന് ശേഷം ഹീറോയിൻ കണ്ണു തുറന്ന് നോക്കുന്നുണ്ട്. നോക്കുമ്പോഴാണെന്നുണ്ടെങ്കിൽ അവളുടെ ശരീരത്തിലുണ്ടായിരുന്ന ഒരുപാട് എല്ലുകൾ ഒടിഞ്ഞിട്ടുണ്ട്. എനിക്ക് ഇത്രയും അപകടങ്ങൾ പറ്റിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിക്കി മരിച്ചിട്ടുണ്ടാവും. ഈ ഒരു കാര്യങ്ങളൊക്കെ ആലോചിച്ചിട്ട് അവൾ മെല്ലെ തിരിഞ്ഞു നോക്കുകയാണ്. നോക്കുന്ന സമയത്ത് നിക്കി അവിടെ അങ്ങനെ ഇരിക്കുകയാണ്. നിക്കി ഇപ്പൊ ഹീറോയിനോട് ചോദിക്കുകയാണ്, നിങ്ങൾ എന്നെ വേണമെന്ന് വിചാരിച്ചിട്ടല്ലേ കൊല്ലാൻ നോക്കിയത്? ഇപ്പോഴാണ് ചില കാര്യങ്ങളൊക്കെ ഹീറോയിന് മനസ്സിലാവുന്നത്. റിയ പണ്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, ഈ ഒരു സൈക്കോ കില്ലേഴ്സിന്റെ അത്രയും ക്ലോസ് ആയിട്ടുള്ള ആളുകൾ അവരെ കൊല്ലാനായിട്ട് ശ്രമിക്കുന്ന സമയത്താണ് അവർ സൈക്കോ കില്ലറായിട്ട് മാറുന്നതെന്നുള്ളത്. ഇപ്പൊ നമ്മുടെ ഹീറോയിൻ ചെയ്തത് എന്താ? അവളെ കൊല്ലാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. ഇവൾ വിചാരിച്ചു വെച്ചെല്ലാം തെറ്റായിരുന്നു. അവൾ ആദ്യമായിട്ട് കൊന്നത് കെവിനെ അല്ല, അത് വേണമെന്ന് വിചാരിച്ചിട്ട് അവൾ ചെയ്തൊരു കാര്യമൊന്നല്ലായിരുന്നു. എന്നാൽ ഹീറോയിൻ അവളെ കൊല്ലാൻ ശ്രമിച്ച സമയത്ത് അവളുടെ ജീവിതം തന്നെ അവൾ വെറുത്തു പോയിട്ടുണ്ട്. അതുകൊണ്ടാണ് അവൾ സീരിയൽ കില്ലറായിട്ട് മാറുന്നത്. ഇവൾ ആദ്യമായിട്ട് വേണമെന്ന് വിചാരിച്ചിട്ട് ചെയ്യാൻ പോകുന്ന കൊല ഏതാണെന്നറിയോ? അത് മറ്റാരെ അല്ലായിരുന്നു, അനങ്ങാൻ പറ്റാതെ കിടക്കുന്ന നമ്മുടെ ഹീറോയിനെ തന്നെയാണ്. അതുകൊണ്ടാണ് ആ ഒരു പേപ്പറിൽ ഹീറോയിന്റെ പടം അവൾ വരച്ചു വെച്ചിട്ടുണ്ടായിരുന്നത്. ഈ ഒരു ട്വിസ്റ്റും കാണിച്ചുകൊണ്ട് സിനിമയുടെ നിർത്തുകയാണ്. എങ്ങനെയുണ്ട് ഗൈസ്? നിങ്ങൾക്ക് ഇഷ്ടമായോ? ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് വെക്കണേ. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഒന്ന് കമന്റ് ചെയ്ത് വെക്കാനും മറക്കണ്ട. അപ്പോൾ പുതിയൊരു വീഡിയോ ഇട്ട് കാണുന്നത് വരെ ബൈ ബൈ.